നമസ്കാരം കൂട്ടുകാരെ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു സ്മൂത്തിയാണ്. റാഗി പഞ്ഞപ്പുല്ല് അല്ലെങ്കിൽ ഫിംഗർ മില്ലറ്റ് കൊണ്ടുള്ള സ്മൂത്തി. വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2 ടേബിൾ സ്പൂൺ പഞ്ഞപ്പുല്ലിൻ്റെ പൊടിയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളവും കൂടെ ചേർക്കുക. നല്ലതായിട്ട് കട്ട കെട്ടാതെ ഇളക്കിയെടുക്കുക. മുഴുവൻ പഞ്ഞപ്പുല്ലും ഇതിൽ അലിഞ്ഞു ചേർന്നതിന് ശേഷം മാത്രമേ ഇത് തിളപ്പിക്കാവുള്ളൂ. അതിനുശേഷം ഒരു മീഡിയം തീയിലേക്ക് വെക്കുക. നന്നായിട്ടൊന്ന് തിളച്ചു വരുമ്പോഴേക്കും അത് ഒരു ഏറ്റവും ലോ ഹീറ്റിലേക്ക് വെക്കുക. 10 മിനിറ്റോളം പഞ്ഞപ്പുല്ല് വേകാനായിട്ട് സമയമെടുക്കും. നല്ലതായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 8 കാഷ്യൂ നട്ട്സും 6 ഡേറ്റ്സും നേരത്തെ തന്നെ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. അത് ഒരു മിക്സിയുടെ ബൗളിലേക്ക് ചേർക്കുക. കൂടാതെ തന്നെ 2 നല്ല പഴുത്ത പഴവും കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യുക. ആദ്യമേ ഈ പഴങ്ങൾ തന്നെ ബ്ലെൻഡ് ചെയ്യണം, എന്നാലേ ഇത് അരഞ്ഞു വരത്തുള്ളൂ. ഇവിടെ ഇത് ബ്ലെൻഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റാഗി അല്ലെങ്കിൽ പഞ്ഞപ്പുല്ല് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിൽ ഞാൻ പശുവിൻ്റെ പാല് ചേർക്കുന്നില്ല. ഓട്സിൽ നിന്നെടുത്ത 1 ഗ്ലാസ് പാലാണ് ചേർക്കുന്നത്. അപ്പം ഗ്ലൂട്ടൻ ഫ്രീയുമാണ്. അഥവാ ഓട്സിൻ്റെ പാലില്ലാത്തവർക്ക് ഓട്സ് ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കുതിർത്തിട്ട് പിന്നെ 1 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് അടിച്ചെടുത്താൽ മതി. അപ്പം പാലിൻ്റെ അലർജി ഉള്ളവർക്കും ഈ സ്മൂത്തി കുടിക്കാവുന്നതാണ്. പ്രമേഹ രോഗികൾ കഴിക്കുമ്പോൾ ഇതിലെ ഡേറ്റ്സ് കംപ്ലീറ്റ് മാറ്റണം. അതുപോലെ പഴം ഒരെണ്ണം മാത്രമേ ചേർക്കാവുള്ളൂ. ഡയബറ്റിക് ആയിട്ടുള്ള ഒരു പേഷ്യൻറ്റിന് ഒരു ദിവസം ഒരു ഫ്രൂട്ടേ കഴിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു ആപ്പിളും കൂടെ ആഡ് ചെയ്യാം. ഈ റാഗി സ്മൂത്തിയിൽ ധാരാളം പ്രോട്ടീന്, ഫൈബർ, കാൽസ്യം, അയണ്, പിന്നെ നല്ല സ്കിൻ വരാനും ഉള്ള എല്ലാ വിറ്റമിൻസും ന്യൂട്രിയൻസും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.